കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ പറഞ്ഞാലല്ല. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഓക്കെ ഈ 95% സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ആണ് എന്നുണ്ടെങ്കിൽ ഈ 95% കാര്യങ്ങൾ എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് പഠിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. ഈ സബ് കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് ഒരു കാര്യം എങ്ങനെയാണ് ഇറങ്ങുന്നത്? റെപ്പറ്റീഷൻ. ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങും. വണ്ടി ഓടിക്കാൻ പഠിക്കണു, ആദ്യം നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് കോൺഷ്യസ് മൈൻഡിലായിരുന്നു നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമ്മളത് ഓടിച്ച് റിപ്പീറ്റ് ചെയ്തപ്പോ എന്തായി? ഇപ്പൊ നമ്മൾ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങി അല്ലെ, മറ്റൊരു കയ്യിൽ നമ്മൾ പാട്ട് കേട്ടിട്ട് മറ്റെവിടെയെങ്കിലും നോക്കിയിട്ട് തന്നെ നമുക്ക് വളവുകളൊക്കെ തിരിക്കാൻ പറ്റി അല്ലെ. അപ്പോ ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തതിലൂടെ അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി. ഓക്കെ, ക്ലിയർ? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ഇറങ്ങുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ, റെപ്പറ്റീഷൻ. രണ്ടാമത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്നുള്ളതുണ്ട്. ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് ആണ് ചിത്രങ്ങൾ, ഫീലിങ്സ് എന്നുള്ളത്. പറയുക എന്നുള്ള ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയാണ് ഐ ആം എ സ്ട്രോങ് പേഴ്സൺ, ഐ ആം എ സ്ട്രോങ് പേഴ്സൺ, ഐ ആം എ സ്ട്രോങ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് പറയുന്നതും ഐ ആം എ സ്ട്രോങ് പേഴ്സൺ, ഐ ആം എ സ്ട്രോങ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്ത് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലെ. ഐ ആം എ സ്ട്രോങ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വളരെ ഗ്രാജുവലി ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഞാൻ നിന്നിട്ടാണ് പറയുന്നത് യെസ് ഐ ആം ദ സ്ട്രോങ് പേഴ്സൺ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ആക്റ്റീവ്നെസ്സിൽ തന്നെ ഇറങ്ങുന്നുണ്ടാവും. ഇപ്പോ എൻ്റെ കോളേജിലോ നിങ്ങളുടെ കമ്പനിയിലോ നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്ത നിങ്ങളുടെ ആ പേഴ്സണാലിറ്റിയെ നിങ്ങൾ വിഷ്വലൈസും കൂടി ആ സമയത്ത് ചെയ്യുകയാണ്. അപ്പൊ എന്താവും? യെസ്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്നുള്ള ചിത്രം ആയതുകൊണ്ട് യെസ് എന്ന് പറഞ്ഞിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് അത് ബിലീവ് ചെയ്യും. എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്നുള്ളത് ജസ്റ്റ് വേർഡ്സ് എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ എമോഷൻസും ഫീലിങ്സും കൂടിയിട്ടാണ് അതിന്റെ കൂട്ടത്തിൽ വിഷ്വലൈസേഷൻ എന്നുള്ളതുമാണ്. അപ്പൊ ഈ 95% വരുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഫസ്റ്റ് വൺ റിപ്പറ്റീഷൻ, രണ്ടാമത് എമോഷൻ. നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മാറണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണർ ആയിട്ടാണ് മാറണം എന്നുണ്ടെങ്കിൽ, ആ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ബിസിനസ് ഓണറുടെ എമോഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യാൻ പറ്റണം. ആ ഒരു എമോഷനിലൂടെ നമ്മളെ അത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതും നമ്മളെ അത്രയും 100 കണക്കിന് ആളുകൾ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആ ഫീലിങ്സ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് ഓഫ് എമോഷൻസിലേക്ക് നമുക്ക് ഇപ്പൊ പോവാനായിട്ട് പറ്റണം. ഇങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ പറഞ്ഞാലല്ല മനസ്സിലാവുന്നത്. നിങ്ങൾ എന്ത് എമോഷൻസ് ആണോ കൊടുക്കുന്നത് അതിലൂടെയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ലേൺ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ദിവസവും എന്ത് എമോഷൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? പേടി, ഡൗട്ട് അല്ലെ. നോർമലി നമ്മൾ പറയാറുള്ളത് 21 ഡേയ്സ് എങ്കിലും ഏറ്റവും മിനിമം ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോ അനൂപേട്ടൻ വളർന്നു വന്ന ജീവിത സാഹചര്യം എന്നുള്ളത് വ്യത്യാസമായിരിക്കാം, സുഹൈൽ ബ്രോ വളർന്നു വന്ന ജീവിത സാഹചര്യം എന്നുള്ളത് വ്യത്യാസമായിരിക്കാം. അപ്പോ ഒരു മിനിമം ആവറേജ് ഡ്യൂറേഷൻ ആണ് പറയുന്നത് 21 ഡേയ്സ് എന്നുള്ളത്. ആ 21 ഡേയ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു കാര്യത്തെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ തലയ്ക്കകത്ത് ഒരു പുതിയ ബ്രെയിൻ വയറിംഗ് എന്നുള്ളത് ഫോം ചെയ്യപ്പെടും. അനൂപേട്ടന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണർ ആയിട്ടാണ് മാറേണ്ടത് എന്നുണ്ടെങ്കിൽ നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഒരു സക്സസിന്റെ എമോഷൻ എന്നുള്ളത് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എഴുന്നേറ്റ് രാവിലെ 10 മിനിറ്റ് ഇരുന്ന് ന്യൂസോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും അല്ല സംസാരിക്കേണ്ടത്.
നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്, കിങ്സ് ക്ലബ്ബ് പോലുള്ള ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് പോയിട്ട് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ബിസിനസ് ഓണർ ആണ് എന്നുള്ള ആ ഒരു എമോഷൻ ഫീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. അതേപോലെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ലേൺ ചെയ്യുന്ന മറ്റൊരു രീതിയാണ് നമ്മളുടെ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇതുകൊണ്ടാണ് ചൈനയിൽ ജനിക്കുന്ന ഒരു കുട്ടി ചൈന ഭാഷ സംസാരിക്കുന്നതും കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി മലയാള ഭാഷ സംസാരിക്കുന്നത്. നമ്മളുടെ ഉപബോധ മനസ്സ് നമ്മളുടെ ചുറ്റുപാട് നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നിന്നായിരിക്കും പഠിക്കുണ്ടാവുക. അല്ലാണ്ട് നിങ്ങൾ ഞാൻ ഇതാണ് ഇങ്ങനെ പറയണതിൽ നിന്ന് മാത്രമല്ല. ഇതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ചുറ്റിലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും കോട്ടുകളും നിങ്ങളുടെ റൂമിന്റെ ഭാഗത്ത് മുഴുവൻ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളത്. ഇതിനാണ് നിങ്ങളുടെ എൻവിറോൺമെന്റിൽ നിങ്ങൾ ഡൗൺ ആക്കുന്ന പാട്ടുകൾ കേൾക്കാണ്ട് അത്രയും നിങ്ങളെ എനർജൈസ് ചെയ്യുന്ന പാട്ടുകൾ കേൾക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടുകാര് നെഗറ്റീവ് പറയുന്ന കൂട്ടുകാരാണെങ്കിൽ അവരിൽ നിന്ന് മാറി നിന്നിട്ട് നല്ല കാര്യങ്ങൾ, ഗ്രോത്തിനെ പറ്റി സംസാരിക്കുന്ന ആളുകളോട് കൂട്ടുകൂടാൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ആഴ്ചയും ഒരു ക്ലാസ് പോലും മിസ്സാക്കാണ്ട് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇരിക്കുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെ ക്ലീൻ ആക്കി വെക്കാൻ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, നിങ്ങളുടെ ബെഞ്ചും ഡെസ്കും ഒക്കെ വളരെ മെസ്സി ആയിട്ടാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് ഒരു കുട്ടിനെ പോലെയാണെന്നേ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും, ഓ പ്രിൻസ് എന്നുള്ളത് ഇത്തരത്തില് ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരുത്തനാണ്. ആ ഒരു ഐഡന്റിറ്റി ആയിരിക്കും ഉപബോധ മനസ്സിന് കിട്ടുണ്ടാവുക. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ റൂം മുഴുവൻ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാണ്. ഐ ആം എ ഡിസിപ്ലിൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്. അത് അങ്ങനെ കേൾക്കൊന്നുമില്ല. നിങ്ങൾ എന്താണ് എൻവിറോൺമെന്റ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നോട്ട് ചെയ്യുന്നുണ്ടാവുക. എൻവിറോൺമെന്റിൽ ഭയങ്കര മെസ്സി ആയിട്ടുള്ളതും, കേൾക്കുന്ന പാട്ടാണെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടുള്ളതും, സംസാരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവരുടെ പ്രശ്നം ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരും, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഐ ആം കോൺഫിഡന്റ്, ഐ ആം അഡിക്ഷൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കോൺഷ്യസ് ആയിട്ട് വെറും 5% ലേൺ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 95% ഈ സബ് കോൺഷ്യസിൽ നിന്നാണ്. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.